ഹേ ഗായ്സ്, അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതൊക്കെ ഒരു ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ശരിക്കും. വല്ലവന്റെ വീഡിയോ എടുക്കുക, പൊക്കുക, എന്നിട്ട് അതിനെടുത്ത് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്ത് കേട്ടിട്ട് നമ്മുടെ വായിൽ വരുന്നത് എന്താണോ അതിനെ കുറിച്ച് പറയുക. പിന്നെ അതിന്റെ അഭിപ്രായം, നമ്മുടെ എന്താണ് ഒരു ഒപ്പീനിയൻ, അത് അവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ആ വീഡിയോനെ കുറിച്ച്. എന്നിട്ട് ആ വീഡിയോയിൽ നമ്മൾ ഒരാൾ കളിക്കുന്നു, അയാളുടെ കൂടെ നമ്മളും കളിക്കുക. അല്ലെങ്കിൽ നീ എന്താടാ കാട്ടുന്നതെന്ന് പോയി ചോദിക്കുക. അല്ലെങ്കിൽ ഇതാരടാപ്പ, നീ ഇതുവരെ റീൽസ് പോയില്ലേ, നീ നിർത്തി പോയില്ലേ, ഇങ്ങനെ നിർത്തിക്കോ. എന്താണ് ഇത്? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനത്തെ ഒന്നും വേണ്ട. അയ്യേ ഇത് മറ്റേവനല്ലേ? ചേച്ചി സൂപ്പറായി ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവനാരും ഒന്നും പറയരുത് കേട്ടോ, ഇവൻ നന്നായിട്ട് റീൽസ് ചെയ്ത ചെക്കനാണ്. ഇവന്റെ ഡാൻസ് സൂപ്പറാണ്. ഈ റീൽസ് നല്ല ഭയങ്കരമായ ഹിറ്റ് റീൽസ് ആണ്, സൂപ്പറാണ്, നല്ല പവർ ആകുന്ന റീൽസ് ആണ്, റീച്ച് ആക്കാനുള്ള റീൽസ് ആണ്. നീ ഇതുവരെ പോയില്ലേ? ഇവനിടയ്ക്ക് ഓരോന്ന് റീൽസിൽ വന്ന് പറയണ കാണാം. പക്ഷെ എന്താ ഇവൻ പറയണതെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല. ഇവൻ മണ്ടനാണെന്നാ തോന്നുന്നത്. ഗൈസ്, അപ്പൊ ഗൈസ് മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഗൈസ് വ്ളോഗേഴ്സ്, മനസ്സിലായോ? വിക്കിത്ത അഷ്കത്തക്കി അക്ഷയ് വ്ളോഗർ എന്നുള്ളവരൊക്കെ ഇടാൻ പോണത് ഇങ്ങനെയുള്ള റീൽസ് ആണ്, മനസ്സിലായില്ലേ? ഒരു കണ്ടന്റിനെ അവർ എടുക്കും, പൊക്കും, എന്നിട്ട് ആ കണ്ടന്റിനെ വേറൊരു ഇതിൽ കൊണ്ട് ഇട്ടിട്ട് അതിനെയൊക്കെ റീമിക്സ് ചെയ്തിട്ട് ഇവർ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയും, അവരുടേതായി എക്സ്പ്രസ് ചെയ്യും ഒരു ഒപ്പീനിയൻ. ഇപ്പൊ വിക്കിത്ത 1 മില്യൺ കേരള ജനക്കൂട്ടം, അയാളുടെ എക്സ്പ്രഷൻ മീൻസ് എക്സ്പ്രസ് അയാൾ ഒരു എക്സ്പ്രഷൻ ഇടും ഓരോ വീഡിയോയിൽ, എന്നിട്ട് എക്സ്പ്രസ് ചെയ്യും അയാളുടെ ഓരോ വികാരങ്ങളും അയാളുടെ ഓരോ ഒപ്പീനിയനുകളും അയാളെ എക്സ്പ്രസ് ചെയ്യും. അതേപോലെ അക്ഷയ് വ്ളോഗർ അഷ്കർ ടെക്കി, നമ്മളിത് വായിന്ന് പെട്ടെന്ന് പറയുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കിട്ടില്ല, പെട്ടെന്ന് വായിന്ന് വരില്ലേ. നമ്മൾ സ്വയം സംസാരിക്കുന്നത് എവിടെ എഴുതി വെച്ചിട്ടോ അല്ല ഇത് വായിച്ചിട്ടോ ഒന്നും അല്ല വായിക്കുന്നത്. നമ്മൾ സ്വയം ഉള്ളിന്ന് വരുന്നത് കൊണ്ട് പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്താ പറയുന്നത്. അപ്പൊ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും, നമ്മൾ ക്ഷമിക്കണം ഗൈസ്. അപ്പൊ അതൊക്കെ എത്രയേ ഉള്ളൂ ഗൈസ്, മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക, അതിനൊരു കണ്ടന്റ് ആക്കുക, എന്നിട്ട് അതിനെപ്പറ്റി ഒരു രണ്ട് അഭിപ്രായം പറയുക. അത് കണ്ട് ആസ്വദിക്കും കുറെ പേര്, ഫാൻസായി മാറും, മനസ്സിലായില്ലേ? അല്ല ചിലവർ എന്ത് ചെയ്യും, എന്റർടൈൻമെന്റ് ചെയ്ത് കുക്കിംഗ് വീഡിയോ ചെയ്യും, എന്റർടൈൻമെന്റ് ചെയ്യും, ഡാൻസ് ചെയ്യും, ആക്ട് ചെയ്യും, അതുപോലെ നല്ല നല്ല ഇതായിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് റീൽസിൽ കൂടെ സോഷ്യൽ മീഡിയ കൂടെ ഇൻഫ്ലുവൻസ് ആവും. അതിലെ മുഖത്തിന് അതും ഇതുമൊക്കെ കാട്ടി ലൈറ്റ് വെക്കും, എന്താണ് മറ്റേ സ്പൈഡർമാനെ പോലെ ഇത് വെക്കും, സ്പൈഡർമാന്റെ ഇത് വെച്ചിട്ട് മുഖത്തൊക്കെ എന്തെങ്കിലും ഡിസൈൻ വെക്കും, പിന്നെ പാമ്പിന്റെ ഇതുപോലുള്ള ഇത് വെക്കും, പിന്നെ കൊറ്റി പറക്കണ പോലെ പറക്കും, പിന്നെ മുകളിൽ ആകാശത്തോട് നീലി പറക്കണ പോലെ ലോകി പറക്കണ പോലെ കുറെ മുത്തശ്ശിമാര് പറക്കും, ചേച്ചിമാര് പറക്കും. അങ്ങനെ കുറെ റീൽസുകളൊക്കെ ഇറക്കിയിട്ട് ഇങ്ങനെ. അപ്പൊ അതിനെയൊക്കെ വേറൊരാൾ കൊണ്ട് കണ്ടന്റ് ആക്കും. പിന്നെ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഒരു കുളിച്ചും കൊണ്ട്, അത് വേറൊരാൾ ഇത് ചെയ്യുന്നത് ആ ചേച്ചി എടുത്ത് ആ വീഡിയോ എടുത്തിട്ട് മിക്സ് ചെയ്തു, എന്നിട്ട് അതിനെടുത്ത് കണ്ടന്റ് ആക്കി ഇട്ടു. അല്ലെങ്കിൽ വിക്കിത്തൊക്കെ ഇങ്ങനെ ഓരോരോ വീഡിയോയിൽ എടുത്ത് കണ്ടന്റ് ആക്കി ഇടും. അഷ്കട്ടേക്ക് അതേപോലെ തന്നെ ഓരോരോ അമലാഷാജിയോ നീരൂട്ടിയോ കല്യാണിയണിയോ അങ്ങനെ ആരെങ്കിലും കുറച്ച് വൈറലാവണവരോ നല്ല വൈറലാവില്ലേ വീഡിയോസ്, ഏതെങ്കിലും വീഡിയോ വൈറലാവുകയെ നല്ല ഫേമസ് ആവും, അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനെടുക്കും. ഒരു 3 പ്രാവശ്യം നീരൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ, അതിനിപ്പോ കുറെ പേര് ചെയ്യുന്നുണ്ടല്ലോ. അഷ്കട്ടേക്ക് ഇട്ടിട്ടുണ്ട്, പിന്നെ ആരാണ് അഷ്കട്ടേക്കിയാണ് ആരൊക്കെ ഇട്ടിട്ടുണ്ട്, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ കിട്ടില്ല, ഞാൻ യൂട്യൂബിൽ കണ്ടതായിരുന്നു. അങ്ങനെ കുറെ പേര് എടുത്തിടും, പിന്നെ റീൽസിലും എടുത്തിടും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, മനസ്സിലായില്ലേ? വേറൊരാളുടെ കണ്ടന്റ് പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ ഒരാൾ ഡാൻസ് കളിച്ചിട്ട് അതിനെടുത്തിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് ചേർത്തും, എന്നിട്ട് അതിനെക്കുറിച്ച് 2 അഭിപ്രായം പറയും. ഇത് ഇവളല്ലേ, ഇത് അവനല്ലേ, പോയില്ലേ നീ ഇതുവരെ എന്നൊക്കെ പറയും. എന്നിട്ട് അത് അവിടത്തോടെ എന്താക്കും, എന്നിട്ട് ആ റീല് കുറെ പേര് സപ്പോർട്ട് ചെയ്യും, എന്നിട്ട് മറ്റുള്ളവർ ഊക്കാതാണ്. ഇത്രയൊക്കെ നടക്കുള്ളൂ ഗൈസ്. അപ്പൊ പറയണവർക്ക് ലാസ്റ്റ് തിരിച്ചു ഊക്ക് കിട്ടും. നമ്മുടെ വിൽക്കാണെങ്കിൽ തൊപ്പിയാണെങ്കിൽ സ്ഥിതിയെല്ലാം കണ്ടില്ലേ, അങ്ങനെ ഊക്ക് കൊടുക്കുന്നുണ്ട്. പല സ്ഥലത്തുനിന്ന് ഊക്കുകൾ ഇങ്ങോട്ടേക്ക് വാങ്ങുന്നുണ്ട്. അവസാനം ലഹരിയിലെ ഏതോ കേസിൽ ഉള്ളിൽ പോയി എന്തൊക്കെയൊക്കെയോ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റായിട്ടൊന്നും അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. നമ്മൾ പറത്തി കേട്ടതും ന്യൂസിൽ കേട്ടതുമൊക്കെയുള്ള അറിവുകളാണ്. പിന്നെ നമ്മൾ പറയുന്നതല്ല, നമ്മളുടെ സ്വയം ഇതിൽ നിന്നാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. മീൻസ് നമ്മുടെ വായിൽ നിന്ന് എന്താണോ വരുന്നത് അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ നമ്മൾ ഇതൊന്നും പ്രിപ്പയർഡ് അല്ല ഗൈസ്. അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നതിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും ഗൈസ്. അപ്പൊ മനസ്സിലായില്ലേ? ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്, മനസ്സിലായില്ലേ? വീഡിയോ ഉണ്ടാക്കാൻ അത്ര ഇതൊന്നുമില്ല. വ്ളോഗ് ചെയ്യാനും വ്ളോഗൊക്കെ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം, മനസ്സിലായില്ലേ? ഒരാളെ ഒരു സെക്യൂരിറ്റി മാമിനെ കുറിച്ച് എന്തോ പറയുന്നുണ്ടോ, ആ സെക്യൂരിറ്റി മാമിനെ അയാൾ റീച്ചാക്കി വിട്ടു, നമ്പർ അറിയില്ല. അതിന് ആ സെക്യൂരിറ്റി മാമിനെ വെച്ചിട്ട് തന്നെ കുറെ പേര്, ഒരാളിട്ടു ആദ്യം താങ്കൾ വിക്കിതൊക്കെ ഇട്ടാ അതിനെടുത്തിട്ട് അഷ്കർ ഇടും, അഷ്കർ ഇട്ടാ അതിനെടുത്തിട്ട് അക്ഷയ് ഇട്ടാ അതിനടുത്ത് വേറൊരാളിടും. അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ എത്തിയിട്ട് ഒരാളെ കുറെ പേരൊക്കെ എത്തും. അതേപോലെ നീരൂട്ടി ചെയ്തിട്ട് കല്യാണം ചെയ്തിട്ട് പിന്നെയൊക്കെ വീഡിയോ ഓരോ സ്ഥലത്തെത്തി അത് വൈറലാവും. അത് വൈറലായി എടുത്തിട്ട് അവരെടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ട്രോൾ പോലെ ആക്കും. അങ്ങനെ പലരും അങ്ങനെ വൈറലാക്കും അങ്ങനെ എഡിറ്റ് ചെയ്യും. ഇതന്നെ അവരുടെ പരിപാടി, മനസ്സിലായില്ലേ? അപ്പൊ ഇത് അത്ര വലിയ പണിയൊന്നുമല്ല, മനസ്സിലായില്ലേ ഗൈസ്?
ഇതൊക്കെ നന്നായി എഡിറ്റിംഗ് അറിയാം, കമ്പ്യൂട്ടർ അറിയാം, പിന്നെ പണം ഉണ്ടാക്കുന്ന വിചാരം മനസ്സിലുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. അത്രയുള്ളൂ. അവർക്കൊക്കെ വരുമാനം ഉണ്ട് ഇന്ന്. അവർ ചെയ്യുന്നതൊക്കെ ഇപ്പൊ എന്ത് പറയാനും വിക്കിത്തകിനെ നമുക്ക് കിട്ടും. അയാളും അഷ്കത്തേക്ക്, അക്ഷയ് ബ്ലോഗർ, സ്റ്റീവ് ജോസഫ്, ദിവിൻ പ്രഭാകരൻ, ഇവർക്കൊക്കെ അതിന് പണവും വരുമാനവും ഉണ്ടാവും, മോഡലുമാണ് ഇവരൊക്കെ. അപ്പൊ ഇവർക്കൊക്കെ ഇന്ന് ലാഭമുണ്ട്. അല്ലാതെ ഒരു കാര്യം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിന്നെയും പറഞ്ഞുകൊണ്ട് നടക്കണവരും മറ്റുള്ളവരെ എങ്ങനെ ഉണ്ടെങ്കിൽ വെറുതെ ഓടാതെ ഉപദ്രവിക്കാൻ നടക്കുന്നവരും ഓരോന്ന് പറയണവർക്കൊന്നും ഒന്നും കിട്ടാൻ പോകില്ല. ഇവർക്കൊക്കെ ചെയ്താൽ ഇവർക്കൊക്കെ പണം കിട്ടും, ലാഭം, മണി. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ളതും ഇതൊക്കെ ആയി. നമ്മുടെ അഷ്കത്തേക്കിടെയൊക്കെ കഥ നിങ്ങൾ കേൾക്കണം. എന്തോ ഇതിലൊക്കെ ജോലിക്ക് പോയ എന്തോ ചെയ്തുകൊണ്ടിരുന്ന നല്ല കഷ്ടപ്പെട്ട ഒരാളായിരുന്നു. അയാൾ യൂട്യൂബിൽ കൂടി കയറിയിട്ട് എത്രയോ പൈസ ഉണ്ടാക്കി. അപ്പൊ അതൊക്കെ അത്രയും ഉള്ളൂ, മനസ്സിലായില്ലേ?